കപ്പയ്ക്കാന്ന് പറയും, കപ്പളങ്ങാന്ന് പറയും, ഓമയ്ക്കാന്ന് പറയും, പപ്പായി എന്ന് പറയും, കർമ്പൂസ് എന്ന് പറയും, എന്തൊക്കെയോ പേരുകൾ ഇങ്ങനെ പറയുന്നു. പാവം കപ്പളങ്ങയ്ക്ക് എത്ര പേരാ. ഈ കറിയൊക്കെ കൂട്ടി വയസ്സായ കാരണന്മാർക്ക് കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് ചോറ് വരുത്തുന്നു. പക്ഷെ എന്നാലും എനിക്കെന്തോ കപ്പളങ്ങയും പയറിനോട് ഭയങ്കര ഒരു ഇഷ്ടം എങ്ങനെ വെക്കുന്നതെന്ന്. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫുൾ വീഡിയോ പിടിക്കാത്തത്. വീഡിയോ പിടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റത്തില്ല. അപ്പം നമ്മൾ കടുക് താളിച്ച് ഒഴിക്കാൻ പോകും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലേഖി. നമ്മളിന്ന് ഈ കപ്പളങ്ങയിട്ട് കണ്ടതിൻ്റെ ഒരു കപ്പളങ്ങ ഇരിക്കുന്നത്, ഈ കപ്പളങ്ങയും വൻപയറും കൂടെ കൂട്ടി ഒരു കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കാം. കപ്പളങ്ങയും വൻപയറും കൂടെ കൂട്ടി നല്ലൊരു കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഈ ഒരു നാടൻ കറിയിലേക്ക്, ഇതൊരു നാടൻ കറിയാണ്, നാടൻ കറിയിലേക്ക് പിന്നെയും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കറി വെക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പളങ്ങ മുറിക്കാം. മുറിച്ച് നോക്കുമ്പോൾ അതേ നല്ല പച്ച കപ്പളങ്ങ, നല്ല പച്ച കപ്പളങ്ങയാണ്. നമ്മളിന്ന് എന്നാ ചെയ്യാൻ പോകുന്നത്, അടുത്തൊരു നാടൻ കറി വെക്കാൻ പോവാണ്. കപ്പളങ്ങയും വൻപയറും കൂടി ഇട്ട് കറി വെക്കാൻ പോവുകയാണ്. ഏറ്റവും മാച്ചിങ് എല്ലാം വെക്കുന്നതിലും ഈ കപ്പളങ്ങയും പയറും കൂടെ വെക്കുന്ന കറിക്കാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ മാച്ചിങ്. ഇതിൻ്റെ അകത്തെ ചോറ് പോലെ ഇരിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ചെത്തിക്കളയണം. കുരുവൊക്കെ അതിൻ്റെ ഒരു പാട് ഇതെല്ലാം ഇങ്ങനെ വടിച്ച് കളയണം. എന്നിട്ട് നമ്മളിത് ആദ്യമേ കഴുകിയെടുത്ത കപ്പളങ്ങയാണ്. അതായത് കപ്പളങ്ങയുടെ 2 വശം ചെത്തിയിട്ട് അതിനെ വരഞ്ഞ് അതിൻ്റെ ചനയുണ്ടല്ലോ, കറ, അത് കളഞ്ഞ് കഴുകിയെടുത്തതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചെത്തും, ഇതുപോലെ ചെത്തിയെടുക്കണം കപ്പളങ്ങ. അപ്പോൾ നമ്മൾ കപ്പളങ്ങ എല്ലാം തൊണ്ടി ചെത്തി ഞാൻ വൃത്തിയാക്കി വെച്ചേ. ഇനി നമ്മളിതിങ്ങനെ അരിഞ്ഞെടുക്കണം. കണ്ടില്ലേ, ഇതിങ്ങനെ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ നമ്മൾ പയറിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കാനായിട്ട്. കപ്പളങ്ങ എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. ഒരുപാട് വേവൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വെന്തുടഞ്ഞ് കിട്ടുന്ന സാധനമാണ്. മത്തങ്ങ പോലെയൊന്നും അല്ല, ഇതിന് കട്ടിയൊന്നുമില്ല. ഇത് നമ്മൾ പച്ചയ്ക്കാണേലും തിന്നുന്നതല്ലേ. പിള്ളേർക്കൊക്കെ ഇത് പച്ചയ്ക്ക് തിന്നാൽ നല്ലതാണ്. എന്തിനാണ്, വയറിലുള്ള എല്ലാ കൃമിശല്യങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ, പിള്ളേർക്കിത് നല്ല അത്യന്താപേക്ഷിതമായ ഒരു മരുന്നും കൂടെ ഇത് കപ്പളങ്ങ പച്ചയ്ക്ക് തിന്നുന്നത്. അപ്പോൾ കപ്പളങ്ങ കറി വെച്ചൊക്കെ കൂട്ടണം എല്ലാവരും. കപ്പളങ്ങയൊന്നും ആരും വേസ്റ്റ് ചെയ്യരുത്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണ്. കപ്പളങ്ങ പഴം തിന്നുന്നതും കറി വെച്ച് ഏതെല്ലാം മോഡലിൽ കറി വെക്കാവോ ആ രീതിയിലെല്ലാം കറി വെക്കാം നമുക്കിത്. ഇത് അച്ചാറിടാം, നമുക്ക് എന്നാ വേണേലും കാട്ടാം, തോരൻ വെക്കാം, എന്തിൻ്റെയൊക്കെ സാമ്പാറിൻ്റെ കൂട്ടത്തിലിടാം, തന്നെ വെക്കാം, പുളിശ്ശേരി വെക്കാം, പയറിൻ്റെ കൂട്ടത്തിലിട്ട് ചെറുപയർ, വലിയ പയർ എല്ലാത്തിനെയും കൂട്ടത്തിലിട്ട് കറി വെക്കാം. എങ്ങനെ വേണേലും കറി വെക്കാം. കപ്പളങ്ങ ഏതിൻ്റെയെങ്കിലൊക്കെ കൊടുത്തിട്ട് കറി വെക്കാൻ കൊള്ളുന്ന സാധനമാണ് കപ്പളങ്ങ, അല്ലെങ്കിൽ ഓമയ്ക്ക, അല്ലെങ്കിൽ പപ്പായി, അല്ലെങ്കിൽ കർമൂസ്. ഇങ്ങനെ പല പല പേരുകളാൽ ഇത് അറിയപ്പെടുന്ന ആണ് ഈ കപ്പളങ്ങയുടെ പേര്. ഓരോരോ നാട്ടിൽ ഓരോരുത്തർ അവരുടേതായ കപ്പയ്ക്കാന്ന് പറയും, കപ്പളങ്ങാന്ന് പറയും, ഓമയ്ക്കാന്ന് പറയും, പപ്പായി എന്ന് പറയും, കർമ്പൂസ് എന്ന് പറയും, എന്തൊക്കെയോ പേരുകൾ ഇങ്ങനെ പറയുന്നു. പാവം കപ്പളങ്ങയ്ക്ക് എത്ര പേരാ. എല്ലാവരും ഓരോരോ പേരുകൾ വിളിക്കുന്നു. പപ്പായി, കപ്പളങ്ങ, നമ്മൾ കൂടുതലും ആ പേരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം അല്ലേ. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേവിച്ച് പയറും കൂടി ഇട്ട് വേവിക്കും. അപ്പോൾ നമ്മൾ ഈ വൻപയറിനെ കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പളങ്ങയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലായത് കാരണമാണ് ഞാൻ ഒന്നിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ചീഞ്ചട്ടിയിലോ ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ പയറ് പകുതി മുക്കാൽ വെന്ത് വരുമ്പം ഈ കപ്പളങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒന്നിച്ച് വെക്കുന്നത് ഞാൻ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. നമ്മൾ പയറും കപ്പളങ്ങയും വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു.
അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളൊരു ഇച്ചിരി കളറിന് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ശരിയാകാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു ശകലം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വേകുമ്പോഴല്ലെങ്കിലേ വെളുത്തിരിക്കും. പിന്നെ എന്തോ ഇട്ട് കൊടുക്കുന്നത്? കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഫ്രഷ് കരിവേപ്പില നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടാകും, ഇച്ചിരി കിടക്കട്ടെ. നല്ലതല്ലേ കരിവേപ്പിലയൊക്കെ, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നമുക്ക്. അത് കാരണം കറിക്കകത്തൊക്കെ കറിവേപ്പില ഇടുക. ഇനി നമ്മൾ വേകാനായിട്ട് സ്റ്റവേ വെച്ച് വേകട്ടെ, പിന്നെ അരച്ച് ചേർക്കാം. അപ്പോൾ നമുക്കിത് വേകാനായിട്ട് അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു നമ്മുടെ കപ്പളങ്ങയ്ക്കും പയറിനുമുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയുണ്ട്, അതിനകത്ത് ഇച്ചിരി കാന്താരിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പളങ്ങയും പയറും ബന്ധവും നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കുക്കർ തുറന്നു നോക്കാം. ആഹാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പയറും കപ്പളങ്ങയും കൂടെ എല്ലാം വെക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ഇതാ, പയറും കപ്പളങ്ങയും കൂടെയുള്ള കോമ്പിനേഷൻ. അടിപൊളിയായിട്ട് കണ്ടോ, നല്ലപോലെ ഉടയുന്നുണ്ടോ. പയറും കപ്പളങ്ങയും എല്ലാം കൂടെ ഇങ്ങനെ മെല്ലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ വെന്തതാ അത്. ഈ കറിയൊക്കെ കൂട്ടി വയസ്സായ കാരണവന്മാർക്കൊക്കെ കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് ചോറ് വാരിത്തിന്നോളും. നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തേ. അരപ്പെല്ലാം കൂടെ ഇനിയൊന്ന് തിളച്ച് വരണം. ബാക്കിയുള്ളതിനെല്ലാം ചേരുമെങ്കിലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? അതെ. മത്തങ്ങയും പയറും വാഴക്കയും പയറും എല്ലാം ചേരും, നല്ലതാണേ. പക്ഷെ എന്നാലും എനിക്കെന്തോ കപ്പളങ്ങയും പയറിനോട് ഭയങ്കര ഒരു ഇഷ്ടം. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റും അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കാണാൻ. ഉണ്ടല്ലേ പയറും കപ്പളങ്ങയും കൂടെ കിടക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു, 2-3 ഉലുവ ഇട്ട് കൊടുത്തു. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ ചൂടാക്കി കറിയിലേക്ക് ഒഴിക്കുന്നു. ഫ്രഷ് കരിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കടുക് താളിക്കാൻ പോവാണേ. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫുൾ വീഡിയോ പിടിക്കാത്തത്. വീഡിയോ പിടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റത്തില്ല ഇവിടെ നിന്ന് പിടിക്കാനായിട്ട്. ഞങ്ങളുടെ അടുക്കള വളരെ ചെറിയൊരടുക്കള, പരിമിതി കുറവുള്ള ഒരടുക്കള ആയത് കാരണം സ്ഥലപരിമിതി കുറവാണ്. അപ്പം നമ്മൾ കടുക് താളിച്ചൊഴിക്കാൻ പോവാം. അപ്പം നമ്മുടെ കറി ഇവിടെ പരിപൂർണമായി പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിൻ്റെ മണവും ഗുണവും ഒക്കെ പോകാതെ ഒന്ന് അടച്ചു വെക്കണം. കുഞ്ഞൂസേ, അപ്പോൾ മമ്മി ഇന്ന് വെച്ച കപ്പളങ്ങ കറി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കപ്പളങ്ങയും പയറും ഇട്ട കറി നല്ല നാടൻ കറി. നാടൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അടിപൊളി നാടൻ കറിയാണ് ഇത്. എങ്ങനെയുണ്ട്? കൊച്ചിന് ഇഷ്ടപ്പെട്ടോ കറി? നല്ല കറിയാ? അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പൊ കപ്പളങ്ങയും പയറും മണമടിച്ചിട്ടാണോ നീ വന്നത്? കറിയുടെ മണമടിച്ച് വന്നതാണോ? ചോറ് വേണോ? മുസിക്ക് ചോറ് വേണോ? അതെ. അപ്പൊ നമുക്ക് കപ്പളങ്ങയും പയറും കറി വെച്ചതുണ്ട്, അടിപൊളി നാടൻ കറി. നിനക്ക് ചോറ് വേണോ? ഇപ്പൊ തരാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കപ്പളങ്ങയും പയറും കൂടെയുള്ള ഈ നാടൻ കറി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങളെ കമൻറ്റ് അറിയിക്കണേ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഇതെല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഉസി ഒരു ബായ് പറഞ്ഞേ. ബായ്. ആ